സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ നിലവിൽ മുരാരി ബാബുവിനെ അതുപോലെ തന്നെ സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വിട്ടു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് മുൻ തിരുവാഭരണ കമ്മീഷണറായ KS ബൈജു, അദ്ദേഹം റിമാൻഡിലാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അന്വേഷണം കൂടുതൽ വിപുലമാവുകയാണ്, പല ആളുകളിലേക്കും എത്തുകയാണ്. എങ്ങനെയാണ് രാഹുൽ ഈ അന്വേഷണത്തെ നോക്കിക്കാണുന്നത്? കോടതി നിർദ്ദേശപ്രകാരമൊക്കെ തന്നെ കൃത്യമായിട്ട് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? വിശ്വാസമാണ് അയ്യപ്പ ഭക്തർക്ക് ഹൈക്കോടതിയെ വിശ്വാസമാണ്. നമ്മളെല്ലാം ഓർക്കേണ്ടത് ഈ കേസിന്റെ ഹീറോ ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയിലെ 2 ബ്രില്യന്റായ ജഡ്ജിമാരുടെ പോരാട്ടം കൊണ്ടാണ് ഇത് പുറത്തു വന്നത്. അതിനുശേഷം ഉപനായകർ മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ നിരന്തരം ചർച്ചകളെടുത്ത് ജനങ്ങളെ ബോധവൽക്കരിച്ച് വിഷയത്തിൽ സീരിയസ്നെസ് എത്തിച്ചു. അതുകൊണ്ട് കേസ് ഇതുവരെയെങ്കിലും എത്തി. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതിശക്തമായ നടപടികൾ എടുക്കണം. അയ്യപ്പന്റെ സ്വർണം കട്ടുന്ന കാര്യത്തിൽ ഇനി ആർക്കും സംശയം വേണ്ട. കട്ടവർ അറസ്റ്റിലാവണം, അവർ ജയിലിൽ പോകണം, ശക്തമായ അതുകൊണ്ട് വളരെ ഗൗരവമുള്ള കേസാണ്. ഇതുമായി മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. ഹൈക്കോടതി ഈ വിഷയത്തിൽ വിശ്വാസമാണ്. ഹൈക്കോടതിയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഒരുപാട് സത്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ആ പോരാട്ടത്തിൽ ഹൈക്കോടതിയോടൊപ്പം വിശ്വാസികൾ അണിചേരേണ്ടത് വളരെ ആവശ്യമാണ്. ഉന്നതങ്ങളിലേക്കും എത്തണം. ഹൈക്കോടതി സുഭാഷ് കപൂർ അടക്കമുള്ള അന്താരാഷ്ട്ര സ്വർണ്ണ കൊള്ളക്കടത്തുകാരുടെ വിഗ്രഹമോഷ്ടാക്കളുടെ ഉദാഹരണങ്ങളും ടെംപ്ലേറ്റുകളും മറ്റും സൂചിപ്പിച്ചിട്ടുണ്ട്. ഹൈക്കോടതിക്ക് തീർച്ചയായും അങ്ങനെ സംശയങ്ങളുള്ളതുകൊണ്ടാണല്ലോ അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിശക്തമായ നിലപാടും നടപടിയും നയങ്ങളും വേണം. ശബരിമല പോലെ ഒരു എല്ലാവരും ശ്രദ്ധിക്കുന്ന ഹൈക്കോടതിയുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധയുള്ള സ്ഥലത്ത് ഇത്രയും പകൽ കൊള്ള നടന്നെങ്കിൽ ബാക്കി അമ്പലങ്ങളിൽ എത്രമാത്രം കൊള്ള നടന്നു കാണും. അതുകൊണ്ട് ശക്തമായ നടപടികളിലൂടെ ഇത് കൊള്ളക്കാരെ കൊണ്ടുവരണം. ചമ്പൽ കൊള്ളക്കാർ പോലും അവരുടെ അമ്പലങ്ങളിൽ നിന്ന് മോട്ടിക്കാറില്ല. പക്ഷേ ദേവസ്വം ബോർഡ് നമ്മുടെ അമ്പലങ്ങളിൽ നിന്ന് മോട്ടിച്ചിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകും. ശരി, നന്ദിയുണ്ട് രാഹുൽ ഈ അവസരത്തിൽ പ്രതികരിച്ച. രാഹുൽ പറഞ്ഞതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ അതിലെ ഒരു ഹീറോ എന്ന് പറയുന്നതൊക്കെ തന്നെയും ഹൈക്കോടതി തന്നെയാണ്. ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് നേരിട്ട് തന്നെ അന്വേഷണ പുരോഗതി അടക്കം വിലയിരുത്തുന്നു. അതേപോലെ തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട 6 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുന്നു. അങ്ങനെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ആ ഒരു നീക്കം അതാണ് ഈ കേസിലെ മുന്നിൽ തന്നെ, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ നടക്കുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ തന്നെ കാണിക്കുന്നത് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ തന്നെയാണ്. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിലവിൽ മുരാരി ബാബുവിനെ അതേപോലെ തന്നെ സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.